കേന്ദ്ര സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുന്ന മറ്റൊരു പരിപാടിയായി എഥനോൾ മാറുകയാണ്. ഇനിയുള്ള കാലം എഥനോളിന് പ്രാധാന്യം കൊടുക്കാനാണ് സർക്കാർ തീരുമാനം. ഡൽഹിയിൽ സാധാരണ പെട്രോളിന് 102 രൂപയാണ് ലിറ്ററിനെങ്കിൽ എഥനോൾ ലിറ്ററിന് 82 രൂപയാണ് വില. ഒറ്റ നോട്ടത്തിൽ പരിസ്ഥിതി സൗഹൃദവും സാമ്പത്തികമായി ലാഭകരവുമെന്ന് തോന്നുമെങ്കിലും വലിയ രീതിയിലുള്ള പ്രായോഗിക പ്രശ്നങ്ങളും കടുത്ത വെല്ലുവിളികളും ഇതിന് പിന്നിലുണ്ട്. ഭരണകൂടത്തിന് ജനങ്ങളെ നിത്യേന വിഡ്ഢികളാക്കാം എന്നതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഇത് മാറുകയാണ്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ സുപ്രീം കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് എഥനോളുമായി ബന്ധപ്പെട്ട ജനങ്ങളിൽ നിന്നും മറച്ചുവെച്ച വസ്തുത പുറത്തു വന്നത്. ജൂൺ 30-ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ E20 എഥനോൾ പ്രോഗ്രാം ഇപ്പോഴും പരീക്ഷണ ഘട്ടത്തിലാണെന്നും അതിന്റെ മുഴുവൻ ഫലങ്ങളും 1 വർഷത്തിനുള്ളിൽ പുറത്തുവരുമെന്നുമാണ് പറയുന്നത്. ഇനിയും പരീക്ഷണ ഫലങ്ങൾ ബാക്കിയായിരിക്കെയാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇക്കഴിഞ്ഞ ലോക പരിസ്ഥിതി ദിനത്തിൽ കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുന്നതിനുള്ള സുപ്രധാന നടപടി എന്ന നിലയിലാണ് എഥനോളിനെ ഇന്ത്യ ഉയർത്തിക്കാട്ടിയത്. 20% എഥനോൾ കലർന്ന പെട്രോളിന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള വിൽപ്പനയും വിനിയോഗവും ഔദ്യോഗികാടിസ്ഥാനത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. 85% എഥനോൾ കലർത്തിയ ഇന്ധനം ഉപയോഗിക്കാനുള്ള നടപടികളാണുള്ളത്. അപ്പോൾ തീർച്ചയായും എഥനോൾ ഏതൊക്കെ തരത്തിൽ നമ്മുടെ വാഹനങ്ങൾക്ക് പണി തരുമെന്ന് അറിഞ്ഞിരിക്കണം. എഥനോളിന് അന്തരീക്ഷത്തിൽ നിന്നോ ടാങ്കിലെ വായുവിൽ നിന്നോ ഈർപ്പം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. വാഹനം ദീർഘകാലം നിർത്തിയിടുമ്പോൾ ടാങ്കിലെ ഇന്ധനത്തിൽ കലർന്ന എഥനോൾ കൂടുതൽ ഈർപ്പം ആഗിരണം ചെയ്യുകയും ഒടുവിൽ ഇന്ധനത്തിൽ നിന്ന് വെള്ളം വേർപിരിയുകയും ചെയ്യും. ഈ അവസ്ഥയിൽ വെള്ളം ടാങ്കിന്റെ അടിയിലേക്ക് തങ്ങി നിൽക്കുകയും എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് നേരിട്ട് ഫ്യൂവൽ പമ്പിലേക്കും എഞ്ചിനിലേക്കും എത്തുകയും ചെയ്യും. ഇത് എഞ്ചിൻ പെട്ടെന്ന് കേടാകാൻ കാരണമാകും. പഴയ വാഹനങ്ങളിലെ ഫ്യൂവൽ ഫോസുകൾ, സീലുകൾ, ഗാസ്കറ്റുകൾ എന്നിവ റബ്ബർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എഥനോൾ ഈ വസ്തുക്കളെ ക്രമേണ നശിപ്പിക്കുകയും ചോർച്ചയ്ക്ക് കാരണമാകും. പെട്രോളിനെ അപേക്ഷിച്ച് എഥനോളിന് ഊർജ്ജ സാന്ദ്രത കുറവാണ്. അതിനാൽ എഥനോൾ കലർത്തി ഇന്ധനം ഉപയോഗിക്കുമ്പോൾ വാഹനത്തിന്റെ മൈലേജ് കുറയും. കേന്ദ്രമന്ത്രിസഭയിലെ സ്വന്തക്കാരുടെ ഏതാനും കമ്പനികൾ എഥനോൾ ഉൽപാദനം ആരംഭിച്ചു കഴിഞ്ഞു. 2026 ഡിസംബറോടെ 500 പമ്പുകളിലേക്കും 2027ഓടെ 5000 പമ്പുകളിലേക്കും ഈ ഇന്ധനത്തിന്റെ ലഭ്യത വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഈ നടപടി ചുരുങ്ങിയത് 2 വർഷത്തിനുള്ളിൽ വാഹനം വാങ്ങിയവർക്ക് മാത്രമേ ഗുണകരമാകൂ. അല്ലാത്തവർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുട്ടൻ പണിയാണെന്ന് ഉറപ്പ്.